സകല മഞ്ഞപത്രത്തിലും ഈ ഫോട്ടോസ് അച്ചടിച്ചു വരുമെന്നും എല്ലാം രണ്ടാകിട ന്യൂസ് ചാനലിലും ഈ വാർത്ത ചൂടപ്പം പോലെ വിറ്റഴിയുമെന്നോർത്തപ്പോൾ നിദ്രയുടെ തല പിളരുന്നത് പോലെ വേദന തോന്നി അവൾക്ക്. രുദ്രൻ കലിപൂണ്ട് ലോകം മുഴുവൻ തച്ചുടയ്ക്കാൻ പോന്നത്രയും ദേഷ്യത്തോടെയും അവളെയും ഇൻസ്പെക്ടറെയും മാറി മാറി നോക്കി. എനിക്കിത് കാണാൻ വയ്യ, അറസ്റ്റ് ഹിം ഇമ്മീഡിയറ്റ്ലി. ഇനി പുറത്തിറക്കാതിരിക്കാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അവൻ്റെ തലയിലേക്ക് ചാർത്തി വെച്ചേക്ക്. കുടുംബത്തിന് നാണക്കേടായി ഇതുപോലെ ഒരുത്തൻ ഇനി പുറത്തിറങ്ങി നടക്കുന്നത് കാണണ്ടല്ലോ. അത് പറയുമ്പോൾ മഹാദേവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവവും മകനോടുള്ള വെറുപ്പ് മാത്രമായിരുന്നു. രുദ്രന്റെ അഭിമാനം അച്ഛന് മുന്നിൽ തകർന്നടിഞ്ഞ് സ്ഫടികപാത്രം മാത്രമായി മാറിപ്പോയി. അവനെ ലോകത്താരെയും ബോധിപ്പിക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ അച്ഛനും അമ്മയും അവനെ തെറ്റിദ്ധരിക്കുന്നതും ഒരു വൃത്തികെട്ടവനെ പോലെ കാണുന്നതും ഓർത്തപ്പോൾ അവന് സഹിച്ചില്ല. മഹാദേവൻ ഒരിക്കൽ കൂടി മകനെ രൂക്ഷമായി നോക്കിയ ശേഷം പത്രക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിങ്ങളുടെ നാടകം കാണാനല്ല ഞങ്ങൾ പോലീസുകാർ ഇവിടെ നിൽക്കുന്നത്. സിന്ധു, അവളെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റ്. രുദ്ര സാർ നമ്മുടെ കൂടെ വന്നോളും. പരിഹാസത്തിൽ അവന് നേർക്ക് നോക്കി മീശ പിരിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർക്ക് കീഴടങ്ങിയാൽ താൻ ഇതുവരെ പടുത്തുയർത്തിയ സാമ്രാജ്യം, ഫിലിം ഇൻഡസ്ട്രിയിലെ തൻ്റെ സ്ഥാനം എല്ലാം തനിക്ക് മുന്നിൽ കൂപ്പുകുത്തുന്നത് താൻ കാണേണ്ടി വരും. എന്നെങ്കിലും തനിക്കിത് തെളിയിക്കാൻ പറ്റും. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈ രുദ്രൻ തെളിയിക്കും. ഇവളെ കൊന്നിട്ടായാലും അത് അവളുടെ വായിൽ നിന്ന് തന്നെ തുപ്പിക്കും. പിടിച്ചു നിൽക്കാനുള്ള വഴി ഒരു കച്ചിത്തുരുമ്പ്, അതാണിപ്പോൾ ആവശ്യം. ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ അയാൾക്ക് മനഃപൂർവ്വം തന്നെ കുടുക്കിയ തീരൂ എന്നുള്ള അജണ്ടയുള്ളതുപോലെ രുദ്രൻ മനസ്സിൽ തോന്നിയത്. അയാൾ ആർക്ക് വേണ്ടിയാണോ കളിക്കുന്നത് അതിലൊരു മുഴം മുന്നേ നീട്ടിയെറിയണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. സർ, നമുക്കൊന്ന് പ്രൈവറ്റായി സംസാരിച്ചാലോ പ്ലീസ്? മറ്റുള്ളവർക്ക് മുന്നിൽ രുദ്രൻ അല്പം സ്വരം താഴ്ത്തിക്കൊണ്ടാണ് ഇൻസ്പെക്ടറോട് അത് ചോദിച്ചത്. ആദ്യമൊന്ന് സംശയിച്ചുകൊണ്ട് കണ്ണുകൾ ചുരുക്കിയെങ്കിലും ഇൻസ്പെക്ടർ രുദ്രൻ്റെ കൂടെ ചെല്ലാൻ തയ്യാറായി. എടോ, താൻ ആരുടെ ക്യാഷ് വാങ്ങി പോക്കറ്റിലിട്ടിട്ടാണ് ഈ തന്തയില്ലാത്ത പണിക്കിറങ്ങിയേക്കുന്നത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അവർ തന്നതിൻ്റെ ഇരട്ടി, അതാണ് എൻ്റെ ഓഫർ. സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തനിക്ക് തീരുമാനിക്കാം. രുദ്രൻ അയാളുടെ കണ്ണുകളിലേക്ക് ഇമവെട്ടാതെ നോക്കി നിൽക്കെ ഇൻസ്പെക്ടർ ഒന്ന് പതറി. അതല്ല, എന്നെ നാണം കെടുത്താനാണ് തൻ്റെ പരിപാടിയെങ്കിൽ മുച്ചൂടും മുടിക്കും ഞാൻ, ഓർത്തോ? തനിക്ക് കാണുമല്ലോ ഒരു കുടുംബം. താൻ ചെയ്ത തെറ്റിന് ആ പാവങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കണോ വേണ്ടയോ എന്ന് താൻ ശരിക്കുമൊന്ന് ഓർത്തിട്ട് പറ. ഈ രുദ്രൻ വെറും വാക്ക് പറയാറില്ല. ആരോട് വേണമെങ്കിലും ചോദിച്ചോ, പിന്നിൽ നിന്നും കളിക്കുന്ന ഏതവനാണെങ്കിലും വെട്ടിയെറിഞ്ഞ് ശീലിച്ചിട്ടുള്ളൂ. അവൻ്റെ വാക്കുകൾ ശ്രവിച്ച മാത്രയിൽ ഇൻസ്പെക്ടറുടെ മുഖം വിളറി വെളുത്ത് ചോര തൊട്ടെടുക്കാൻ പാകത്തിനായി. ഇൻസ്പെക്ടറുടെ കണ്ണുകളിലെ ഭയവും നടുക്കവും മറ്റാരുടെയോ പിന്നിൽ നിന്നുമാണ് അയാൾ കളിക്കുന്നത് എന്ന ധാരണ രുദ്രനെ ശക്തമായി വേരൂന്നി. പക്ഷെ അയാൾ ഇത്രയും തനിക്ക് നേരെ ചെയ്യാൻ തുനിഞ്ഞ സ്ഥിതിക്ക് പിന്നിൽ നിന്നും കളിക്കുന്നവർ അതിശക്തൻ തന്നെയാണ് എന്ന് രുദ്രന് ബോധ്യമായി. ഇൻസ്പെക്ടർ എന്തോ പറയാൻ തുടങ്ങിയതും അയാളുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് ഇൻസ്പെക്ടർ ഫോൺ എടുത്തു. സർ, ഓക്കെ സർ. നോ സർ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഇല്ല സർ, വേണ്ടത് ചെയ്തോളാം. അവ്യക്തമായ വാക്കുകൾ കുറേയൊക്കെ രുദ്രൻ്റെ ചെവിയിലേക്ക് വന്നു വീണു. ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇൻസ്പെക്ടറുടെ മുഖത്ത് കടുത്ത നിരാശ പ്രകടമായിരുന്നു. അവനെ നേർക്ക് നിരാശയോടെ നോക്കിക്കൊണ്ട് ഇൻസ്പെക്ടർ വെട്ടിത്തിരിഞ്ഞ് നടന്നു. സർ, അറസ്റ്റ് ഉണ്ടാവുമോ? എന്താണ് സർ, അറസ്റ്റ് ചെയ്യാതെ വിടുന്നത് കുറ്റം ചെയ്ത പ്രശസ്ത ഫിലിം ആക്ടർ ആയതുകൊണ്ടാണോ? ഇൻസ്പെക്ടർ ആ മുറി വിട്ടിറങ്ങുമ്പോൾ പത്രക്കാർ അയാൾക്ക് ചുറ്റുമായി കൂടി. അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും രുദ്രൻ വാതിൽ കൊട്ടിയടച്ചു. ആഭ്യന്തരമന്ത്രി രാഘവൻ നമ്പ്യാർ അപ്പോൾ തന്നെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. രുദ്രൻ്റെ ഉറ്റ സുഹൃത്തും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ സംവിധായകൻ ആര്യൻ്റെ അച്ഛൻ. അവന് കൂട്ടുകാരനോട് തീർത്താൽ തീരാത്ത കടപ്പാട് തോന്നിപ്പോയി അന്നേരം. അങ്കിൾ, താങ്ക്സ് അലോട്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതൊരു ചതിയാണെങ്കിൽ ഞാൻ പെട്ടുപോയതാണ്. അതൊന്നും കാര്യമാക്കേണ്ട മോനെ. കുറച്ചുനാൾ ആളുകൾ ഇതിന് പിന്നാലെ കാണും. മറ്റൊരു വാർത്ത കിട്ടിയ അവർ അതിൻ്റെ പുറകെ പോകും. അതാണ് ലോകം. നീ സമാധാനമായിരിക്കെ. അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. നീ വിഷമിക്കേണ്ട. മന്ത്രിക്ക് തന്നോട് തെറ്റിദ്ധാരണ ഒന്നുമില്ലെന്നറിഞ്ഞതോടെ അവൻ്റെ മനസ്സ് പകുതി ശാന്തമായി. അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിദ്രപ്രതിമയെ പോലെ നിലത്ത് ചുമരും ചാരിയിരിക്കുവാണ്. അവളെ കാണും തോറും അവൻ്റെ ദേഷ്യം ആളിക്കത്തി. ഓരോ രോമകൂപവും വിയർപ്പിന് പകരമായി അവളോടുള്ള വെറുപ്പാണ് പുറന്തള്ളുന്നത് എന്നവന് തോന്നിപ്പോയി.
ഒരൊറ്റ കുതിപ്പിൽ രുദ്രൻ അവളുടെ ഒരു കൈ കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് നിലത്ത് നിന്നും എഴുന്നേൽപ്പിച്ച് നിർത്തി. നിന്റെ മുതലക്കണ്ണീർ ഒഴിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യാതെ പോയത് കൊണ്ടാണോ? നിനക്കറിയില്ല ഈ രുദ്രന്റെ പവർ. പറയടി, ആരാ നിന്നെ എന്നെ കൊടുക്കാനായി റൂമിലേക്ക് അയച്ചത്? എനിക്കറിയില്ല. എന്നെ സത്യമായും ആരോ ഈ മുറിയിലേക്ക് തള്ളിയതാ. ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കണം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിദ്ര പറഞ്ഞിട്ട് പോലും അവൻ്റെ മനസ്സിൽ ഒരു തരി പോലും വിശ്വസ്തത സൃഷ്ടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. താൻ എന്തു പറഞ്ഞാലും അവൻ തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. രുദ്രൻ വെറുതെ വിട്ടാലും തനിക്കിനി വീട്ടിലേക്ക് കയറാമെന്ന് കരുതുകയും വേണ്ട. ഒറ്റ നിമിഷത്തെ നശിച്ചൊരു പൊട്ടബുദ്ധി കൊണ്ട് തകർന്നടിഞ്ഞത് അവളുടെ മാത്രം ജീവിതമായിരുന്നു. ചെറിയമ്മ ഒരിക്കലും തന്നെ വിശ്വസിക്കില്ല. ഇനിയുള്ള ജീവിതം പഴയതിനേക്കാൾ നരകപൂർണമായിരിക്കുമെന്ന് ഓർത്തപ്പോൾ അവൻ അവിടെ ഇട്ട് തന്നെ കൊന്നെങ്കിൽ എത്ര നന്നായേനെ എന്നായിരുന്നു അവൾ ഓർത്തത്. നിദ്ര എങ്ങനെയൊക്കെയോ ഏന്തിയും വലിഞ്ഞും ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽക്ക് നിന്നിരുന്ന രുദ്രന്റെ കത്തുന്ന നോട്ടം നേരിടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. തളർന്നു വീണു പോകുമെന്ന് അവൾക്ക് തോന്നി. രാവിലെ 2 ഇഡ്ഡലി മാത്രം കഴിച്ചിട്ടിറങ്ങിയതാണ്. അതെല്ലാം ഇതുവരെ അനുഭവിച്ച ഭയാനകതയിൽ ദഹിച്ചു പോയതുപോലെ. അവൾ ഡോറ് കടന്നു പോകാൻ തുടങ്ങിയതും അവൻ കൈ കുറുക്കെ വെച്ച് തടഞ്ഞു. ഇന്ന് നീ എനിക്ക് തന്ന അപമാനം ഞാൻ ജീവനുള്ള കാലത്തോളം മറക്കില്ലടി. നിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കാൻ പോകുകയാണ്. നീ അറിയാൻ പോകുന്നതേയുള്ളൂ കുറച്ച് ക്യാഷിന് വേണ്ടി നീ ചതിക്കാൻ കൂട്ടുനിന്നത് ആരെയാണെന്ന്. എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി ഒന്നുമില്ലാത്തവനാക്കിയില്ല നീ. നീ കാരണം എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു. ഞാൻ രുദ്രദേവാടി, ചതി പൊറുക്കാത്തവൻ. ഇപ്പം നീ പൊയ്ക്കോ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. അവളുടെ ദൈന്യത നിറഞ്ഞ മുഖത്തേക്ക് കൈ ചൂണ്ടി അവനത് പറയുമ്പോൾ ആ മിഴികളിലെ തീഷ്ണത കണ്ട് നിദ്ര വിറച്ചുപോയി. അവൻ കൈമാറ്റിയപ്പോൾ അവൾ ഇടറുന്ന ചുവടുകളോടെ പുറത്തേക്ക് നടന്നു. എങ്ങനെയാണ് അയാളെ തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുക? അയാൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ വേദനയും അപമാനവും താൻ അനുഭവിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? അയാൾ ഒരിക്കലും തന്നെ വിശ്വസിക്കുകയില്ല. ബസ്സിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുനീർ നീറിപ്പുകഞ്ഞു. അടർന്നു വീണ കണ്ണുനീർ കണങ്ങൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ അവൾ ശ്രമിച്ചു. തന്നെ ഈ നിലക്കെത്തിച്ച സുലോചനയോട് അവൾക്ക് അറപ്പും വെറുപ്പും തോന്നി. ആ സ്ത്രീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം. തൻ്റെ ശരീരത്തിൽ നോട്ടമിട്ടാണ് ഈ സ്നേഹമെല്ലാം കാണിച്ചതെന്ന് മനസ്സിലായില്ല. താനൊന്നും അറിയാതെ ഒരു കെണിയിൽ കുടുങ്ങുകയും ചെയ്തു. രുദ്രദേവിൻ്റെ മുഖമോർക്കുമ്പോൾ അവൾക്ക് വേദന മാത്രമല്ല ഭയവും തോന്നുന്നുണ്ടായിരുന്നു. അവൻ്റെ കനത്ത കൈവിരൽ പാടുകൾ പതിഞ്ഞ തൻ്റെ കവിളത്ത് അവൾ പതിയെ ഒന്ന് തൊട്ടു. അവളിൽ നിന്നൊരു സീൽക്കാരം പുറത്തു വന്നു. വല്ലാത്തൊരു വേദന. അയാൾ തന്നെ ഇനി വെറുതെ വിടാൻ പോകുന്നില്ല. മാത്രമല്ല താൻ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ലോകത്തിൻ്റെ കണ്ണിലിപ്പോൾ കുറച്ച് ക്യാഷിന് വേണ്ടി ഫേമസ് ആക്ടർ രുദ്രദേവിനോടൊപ്പം കിടക്ക പങ്കിട്ടവളാണ് താന്. അയാൾ പറഞ്ഞത് താൻ ഒരു തെരുവ് വേശ്യയെക്കാളും അധപതിച്ചവളാണെന്നല്ലേ? ഇനി താൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? രുദ്രദേവ് മുടി പിടിച്ചുലച്ചപ്പോൾ മുതൽ തുടങ്ങിയ വേദനയാണ്. തല പൊട്ടിപ്പിളരുന്നത് പോലെ. അവൾ 2 കൈകൊണ്ടും നെറ്റിയിൽ അമർത്തി പിടിച്ചു. സ്റ്റോപ്പിലിറങ്ങി വരമ്പുകൾക്കിടയിലുള്ള ചെമ്മൺ പാതയിലൂടെ നടക്കുമ്പോൾ അവളുടെ മുഖം കുനിഞ്ഞിരുന്നു. ആണുങ്ങളെല്ലാം തന്നെ നോക്കുന്നതായും അടക്കം പറയുന്നതായും അവൾക്ക് തോന്നി. വാർത്ത പരക്കാൻ സമയമായിട്ടില്ല എങ്കിലും പൊരിവെയിലത്ത് നടന്നിട്ടാവാം അവൾ വല്ലാതെ തളർന്നിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം, ഒന്ന് കിടക്കണം. ആ പെണ്ണ് വേദന നിറഞ്ഞ മുഖം സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു. വീട്ടിലേക്ക് ചെന്നപ്പോൾ സത്യഭാമയും ദേവിയാനിയും വാതിൽക്കൽ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. നിദ്രമുഖം കുനിച്ച് അവരെ കടന്നു പോകാൻ തുടങ്ങിയതും സത്യഭാമയുടെ അലർച്ച കേട്ടു. അവിടെ നിൽക്കടി ഒരുമ്പട്ടവളെ. ഏതോ ഹോട്ടൽ മുറിയെടുത്ത് കണ്ടവൻ്റെ കൂടെ കിടന്നിട്ട് ഉളുപ്പില്ലാതെ കയറി വന്നിരിക്കുന്നു. ഇനിയിപ്പം ഞാനും എൻ്റെ മക്കളും നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? പത്രക്കാരൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാം നാട്ടിൽ പാട്ടാകുമല്ലോ ഈശ്വര. നിദ്ര ഞെട്ടിപ്പോയി. ദൈവമേ, ഇത്ര പെട്ടെന്ന് ചെറിയമ്മ ഇതറിഞ്ഞോ? ചെറിയമ്മേ, ഞാനൊരു തെറ്റും. അവൾ പറയാൻ വന്നത് മുഴുമിപ്പിക്കാതെ സത്യഭാമ പെട്ടെന്ന് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അവൾ പൊത്തിപ്പിടിച്ചു പോയി. നാവടക്കടി ഉരുമ്പട്ടവളെ. ഇനിയും കള്ളം പറയാനാണ് ഭാവമെങ്കിൽ കൊന്നുകളയും ഞാൻ. ആ സുലോചനയുടെ നാവിൽ നിന്ന് ഞാൻ കേട്ടടി നിന്റെ ഗുണവധികാരം. അവളുടെ മുന്നിൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. നിദ്രയ്ക്ക് വീഴാൻ പോകുന്നത് പോലെ തോന്നി. അവൾ തളർച്ചയോടെ നിലത്ത് കുഴിഞ്ഞിരുന്നു പോയിരുന്നു ആ നിമിഷം. ശരണ്യ ഓടിച്ചെന്ന് ചെറിയമ്മയുടെ കാതിലെന്തോ പറഞ്ഞതും അതുകൊണ്ട് തന്നെ വെറുപ്പോടെ തുറിച്ചു നോക്കുന്നത് നിദ്ര വെറും തറയിൽ വീണ് കിടന്നുകൊണ്ട് കണ്ടു.
എൻ്റെ ഭഗവതി, കുടുംബം നശിച്ചല്ലോ. ചെറിയമ്മ 2 കൈയും തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഓടുന്നത് കണ്ട് നിദ്ര കണ്ണുകളിൽ നിറഞ്ഞു തൂവുന്ന മിഴിനീരോടെ മെല്ലെ എഴുന്നേറ്റു. നീ എന്നാലും നിന്റെ അമ്മയുടെ തനിവണ കാണിച്ചല്ലോടി. രാവിലെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ഞാൻ. അപ്പോഴേക്കും TV മൊത്തം നിന്റെ വാർത്തയാ. വ്യഭിചാരത്തിന് പിടിച്ചേക്കുന്നു. അവളെ തുറിച്ചു നോക്കി നിൽക്കുന്ന ശരണ്യക്കരികിലേക്ക് വന്ന ദേവയാനി നിന്ദയോടെ പറഞ്ഞു. ന്യൂസ് ചാനലുകൾ അവരുടെ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നോർത്തപ്പോൾ ഇനിയുള്ള കാര്യങ്ങളുടെ കിടപ്പ് അവൾക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. സത്യഭാമ കിട്ടിയ വാർത്ത ആഘോഷമാക്കുകയാണോ എന്ന് പോലും നിദ്ര സംശയിച്ചു. അത്രയ്ക്കും നാടകീയമായിരുന്നു പിന്നീടുള്ള അവരുടെ പ്രവൃത്തികൾ. ലാൻഡ് ഫോണിൽ അവൾ ഏതോ ബന്ധുക്കളെയൊക്കെ വിളിച്ച് തനിക്കുണ്ടായ നാണക്കേട് വിസ്തരിക്കുന്നത് കണ്ട് അവളുടെ നെഞ്ചു വിറച്ചു. ഉമ്മറത്ത് തന്നെ ഒരു നോക്കുകുത്തിയെ പോലെ നിന്ന നിദ്ര അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നു. തനിക്ക് പോകാൻ മറ്റൊരിടവുമില്ലെന്നോർത്തപ്പോൾ അവൾക്ക് കയറാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഒരു കാലുയർത്തി പടിയിലേക്ക് വെച്ചപ്പോൾ തന്നെ സത്യഭാമ ഉറഞ്ഞു തുള്ളി അടുത്തേക്ക് വന്ന് അവളുടെ ചുമലിൽ പിടിച്ച് തള്ളി. എങ്ങോട്ടാടി മൂദേവി, നിനക്ക് കിട്ടിയതെന്ന് പോരടി. അവൾ വന്നിരിക്കുന്നു കയറാൻ. ഇനി ഈ പടി കടക്കാമെന്ന് നീ വിചാരിക്കണ്ട. അവളുടെ തലയ്ക്കൊരടിയേറ്റതുപോലെയാണ് അവരുടെ ആ വാക്കുകൾ ചെവിയിലേക്ക് കയറിയത്. ചെറിയമ്മേ, ഞാൻ പിന്നെ ഇവിടെയല്ലാതെ എവിടെ പോകാനാണ്? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ? നിദ്ര കേണു പറഞ്ഞു. തെറ്റ് ചെയ്തില്ല പോലും. എന്നിട്ട് നീ ചെയ്ത നന്മയാണല്ലോ ചാനലുകൾ വിളമ്പുന്നത് ലോകം മുഴുവൻ. ഇനി അറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോടി നിന്റെ ഗുണവതിയാരം? അവരുടെ നിന്ദ കലർന്ന വാക്കുകൾ അവളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. ചെയ്യാത്ത തെറ്റിനാണല്ലോ താൻ ബലിയാടായത്. നിന്നെയൊക്കെ വീട്ടിൽ കയറ്റിയ എൻ്റെ മക്കൾക്ക് പോലും ഒരു നല്ല ബന്ധം കിട്ടിയെന്ന് വരില്ല. എങ്ങോട്ടെങ്കിലും നാശമേ. അവർ മനസ്സറിഞ്ഞ് അവളെ പ്രാഗിക്കൊണ്ടിരുന്നു. കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് ലാവയാണോ എന്ന് അവൾ സംശയിച്ചു പോയി. അമ്മേ, ഒന്നിങ്ങ് വന്നേ. ശരണ്യ നിർബന്ധപൂർവ്വം സത്യഭാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. അവർ ദേഷ്യം കലർന്ന ഭാവവുമായി അവൾക്കരികിൽ നിന്നപ്പോൾ എന്തോ ശരണ്യ അമ്മയുടെ ചെവിയിൽ പറയുന്നത് പുറത്തുനിന്നുകൊണ്ട് നിദ്ര കണ്ടു. എന്താണെന്ന് അവൾക്ക് വ്യക്തമായില്ല. പക്ഷെ സത്യഭാമ ഒരു പൊടിക്ക് അടങ്ങിയതുപോലെ കാണപ്പെട്ടു. കയറിക്കോ, പക്ഷെ ഇനി പടി കടന്ന് പുറത്തു പോകാമെന്ന് നീ കരുതണ്ട. കുടുംബത്തിൽ നീ ഉണ്ടെന്ന് ഒരുത്തനും അറിയരുത്. അതുപോലെ വേണം ഇനി ജീവിക്കാൻ, കേട്ടല്ലോ? അവളുടെ നേർക്ക് കുതിച്ചു വന്ന് വിരൽ ചൂണ്ടി പറയുമ്പോൾ നിദ്ര കരഞ്ഞു പോയിരുന്നു. കയറിക്കിടക്കാൻ ഒരു വീടില്ലെങ്കിൽ താൻ എന്തു ചെയ്യുമെന്നോർത്ത് കുഴഞ്ഞി അവൾക്കൊരൽപ്പം ആശ്വാസമായ ആ വാക്കുകൾ. നിദ്രയെ പുറത്താക്കിയാൽ വീട്ടിലെ പണികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമെന്ന കാരണം കൊണ്ടാണ് ശരണ്യ അവളെ പറഞ്ഞു വിടാൻ മടിച്ചത്. ഇതുവരെ അവൾ ആ വീട്ടിലെ ശമ്പളമില്ലാത്ത വേലക്കാരി ആയിരുന്നല്ലോ. കുടുംബത്തെ നാണം കെടുത്താനുണ്ടായ നശൂലം നീ നശിച്ചു പോകത്തേയുള്ളടി. അകത്തേക്ക് കയറുമ്പോൾ അവളെ പ്രാഗിക്കൊണ്ട് ആ ചുമലിൽ ഒരിക്കൽ കൂടി അടിക്കാൻ ദേവയാനി അമ്മൂമ്മ മറന്നില്ല. അന്നത്തെ ദിവസത്തിൻ്റെ ആലസ്യവും വേദനയും മനമടുപ്പും കൊണ്ട് പുകയുന്ന തലയിൽ തണുത്ത വെള്ളം കോരിയൊഴിക്കാൻ തോന്നി നിദ്രയ്ക്ക്. കുറച്ചു നേരം ഒന്നും ഓർക്കാതെ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ, ബോധം കെട്ടിട്ടാണെങ്കിലും മനസ്സിലെ വ്യത മറക്കാൻ സാധിച്ചെങ്കിൽ, അന്നുടുത്ത മഞ്ഞ സാരി മാറി കട്ടിലേക്ക് ഇട്ടുകൊണ്ട് ഒരു പഴകിയ ചുരിദാർ എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് നടന്നതാണ് നിദ്ര. കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും അവളുടെ ശരീരം മാത്രമേ തണുത്തിരുന്നുള്ളൂ. മനസ്സ് പുകഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് കിടക്കാൻ തുനിഞ്ഞ നേരത്താണ് സത്യഭാമ കയറി വന്നത്. ഓ, തമ്പുരാട്ടി പള്ളി ഉറക്കത്തിന് പോവുകയായിരിക്കുമല്ലേ? ഇന്നത്തെ പണി നല്ല കടുപ്പമായിരുന്നു കാണും അല്ലേടി? ദ്വയാർത്ഥത്തിലുള്ള വാക്കുകൾ അവളുടെ കാതുകളിൽ തീ കോരി ഒഴിച്ചു. വന്ന് പണിയെടുക്കടി. എത്ര പാത്രങ്ങളാ കിടക്കുന്നത്? പിന്നെ നീ ഇന്ന് പോയെന്ന് കരുതി രാത്രി ആർക്കും ഒന്ന് തിന്നേം കുടിക്കാൻ വേണ്ടേ? സത്യഭാമ കിടന്ന് ചീറി. ഒന്നും പറയാതെ കണ്ണുനീർ തുടച്ചുകൊണ്ട് നിദ്ര അടുക്കളയിലേക്ക് നടന്നു.